ഗൈസ് അങ്ങനെ ഒരു ചായക്കട കണ്ടു ഗൈസ്. ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് പോരാം ഗൈസ്. ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ. കൊല്ലം ആവട്ടെ, കോഴിക്കോടാവട്ടെ, കാസർഗോഡാവട്ടെ, ജില്ല ഏതാണെങ്കിലും ചായ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആൺപിള്ളേർക്ക് ഒരു പ്രത്യേക വികാരമാണ്. അത് കുടിക്കാനായിട്ട് ഞങ്ങൾ എത്ര ദൂരം വേണമെങ്കിലും ട്രാവൽ ചെയ്യും. ഇതും അതുപോലെ തന്നെയുള്ളൊരു യാത്രയാണ്. ബസ്സിൻ്റെ പുറത്തോടാണ് വന്ന് വീണത്. ബസ് റോങ് സൈഡിലാണല്ലോ കിടക്കുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണിത്. ഒരു സ്കൂൾ വാനിന് മുകളിലേക്ക് ഒരു മരം മറിഞ്ഞ് വീണേക്കുക. ഇനി മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് നോക്കുന്നത് കുറച്ച് നന്നായിരിക്കും. ചായ കുടിക്കാൻ എത്തിയിട്ടില്ല ഇതുവരെയായിട്ടും. ഞങ്ങളെ വർക്കിൽ തന്നെ ഇരിക്കുകയാണ്. വർക്കിൽ തന്നെയാണ് ഇപ്പോഴും. ചായ വഴി നടന്നിട്ടില്ല, ഫുഡ് അടിയും നടന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കട. വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർ ചിലപ്പോൾ കരുതി കാണും നമ്മൾ ഏതെങ്കിലും വലിയ ഹോട്ടലിലേക്കായിരിക്കും പോകുന്നതെന്ന്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മിക്കവാറും നല്ല ചായയും അതുപോലെ കടിയൊക്കെ കിട്ടുന്ന ഇതുപോലെ കൊച്ചു കൊച്ചു കടകളിൽ നിന്നായിരിക്കും. അതിൻ്റെ ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ്. ഇനി പിന്നെ നമ്മളൊരു ഫ്രണ്ടിനും കൂടെ വീട്ടിലോട്ടും പോകും വൈകിട്ടാകുമ്പോൾ. അവനെയും കൂടെ പൊക്കണം. അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട്. പിന്നെ ചായ കുടിക്കാൻ നിർത്തി. പക്ഷേ ചായ വലിയ ഗുണമല്ല. ഇപ്പം പറഞ്ഞു നല്ല ചായ ആണെന്ന് പറഞ്ഞിട്ടാണ് ആ ചായക്കട നിർത്തി. അവിടെ സ്ഥിരം കുടിച്ചിട്ടുണ്ടാ. പക്ഷേ ഇന്നെന്തോ മഴയായതുകൊണ്ട് ഇനി പാല് കുറച്ചിട്ടോ വെള്ളം കൂടി പോയതുകൊണ്ടോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ